ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് സിമുലേറ്ററിൻ്റെ ഗെയിം പ്ലേ ആയിട്ടോ. നമ്മൾ കുറച്ച് ദിവസം ചാനലിൽ വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം കേട്ടോ വീഡിയോ ഇടാൻ നല്ല നല്ല രീതിയിൽ വൈകി. നമ്മളിപ്പോൾ അതാ പുതിയ ലോഡായിട്ട് അപ്പുറത്തേക്ക് പോകാം കേട്ടോ. നമ്മുടെ ട്രക്ക് അവിടെ ബോട്ടിൽ നിർത്തിയിട്ടുണ്ട്. ബോട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരെ 700 രൂപയുടെ ഫീസ്. കാരണം അതൊക്കെ കൊടുത്ത് നമ്മളിതാ ഇപ്പുറത്തേക്ക് എത്താറായതുകൊണ്ട് നമ്മുടെ വണ്ടി മഴയത്തൊക്കെ വന്നാറേ കുറേ ദൂരം ഓടി. എത്ര 300 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഈ ലോഡ് അങ്ങോട്ട് ഇറക്കണമെങ്കിൽ. ഇതിലെന്ത് വെജിറ്റബിൾസ് ആണെന്നാണ് അവർ പറഞ്ഞേട്ടോ. ഇതാ നമ്മളങ്ങനെ അക്കരയ്ക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി വല്ല സ്റ്റാർട്ടാക്കാം. നമുക്ക് കേബിലേറ്റ് കേട്ടോ ഫസ്റ്റ്, അല്ലെങ്കിൽ ഒന്നും കാണില്ല രാത്രി കാരണം. നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം. ഏകദേശം അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതവിടെ എത്തിയോ? ഇതവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് മെല്ലെ വണ്ടി നീക്കാം. വെട്ടം വെളിച്ചൊക്കെ ഉള്ള കാരണം പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വെട്ടം വെളിച്ചൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പോണ റൂട്ടിൽ എങ്ങനെയാവും നമ്മൾ മെല്ലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് മെല്ലെ വണ്ടിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങാം കേട്ടോ. ഏകദേശം ഇവിടെ ഏകദേശം ഇവിടെ ഹമ്പുണ്ട് കേട്ടോ. ഉണ്ടോ നല്ല സ്പീഡിൽ പോകാൻ അറിയാനില്ല അതൊന്നും. ഉണ്ടോ നല്ല നീളമുള്ള കണ്ടെയ്നർ കേട്ടോ ബാക്കിൽ വെച്ചെന്നെങ്കിൽ. നമുക്കിത് എന്തായാലും നേരെ പോയേക്കാം. വണ്ടികളൊന്നും കാണാനില്ല കേട്ടോ ഈ വഴിക്ക്. എന്താ വേറെ ഹമ്പ് ചാടി കേട്ടോ. നമുക്കെന്താ ക്യാമറ നീക്കി നോക്കിയാൽ കണ്ടോ നല്ല രീതിയിൽ ഇരുട്ടായി വരുന്നുണ്ട് കേട്ടോ. എന്താ അവിടെ ചെക്ക് പോസ്റ്റിൽ അത് തുറന്നിട്ടു. പിന്നെ ഹമ്പ് ചാടുമ്പോൾ ഉള്ള അടിപൊളി സസ്പെൻഷനൊക്കെ കേട്ടോ നമ്മുടെ ഈ ട്രക്കിന് കൊടുത്തിക്കണേ. ഗെയിം നൈസ് ഗെയിമാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ അത് കുറച്ചായിട്ട് കളിക്കണം കേട്ടോ. നമുക്ക് അങ്ങനെ നമ്മൾ അവിടെ നിന്നാണെങ്കിൽ നമുക്ക് നേരെ പോയേക്കാം. നമുക്ക് ഇഷ്ടം പോലെ ദൂരം പോകാൻ കേട്ടോ. ഇനി അങ്ങോട്ട് നമുക്ക് മെല്ലെ ഗ്ലാസ് ഒക്കെ താത്തിട്ടോ. നമ്മൾ കുറച്ച് കാറ്റ് കിട്ടിക്കോട്ടെ. നമ്മൾ ഗ്ലാസ് അങ്ങനെ താത്തിയിട്ട് നമ്മളങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇഷ്ടം പോലെ 300 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ പകുതി ദൂരമായിട്ട് എത്തിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. നമ്മൾ അവിടുന്ന് വരുമ്പോൾ 3-4 പ്രാവശ്യം എണ്ണ അടിച്ചിട്ടാണ് അങ്ങനെ ഫുൾ ടാങ്ക് ആക്കിയത്. കുറേ പ്രാവശ്യം ഇങ്ങനെ എണ്ണ കഴിയുക, നമ്മളിങ്ങനെ അടിക്കുക, അതന്നെ പരിപാടി കേട്ടോ. നമ്മളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനൊരു മടി കാണിക്കണ്ട, എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിതാ അങ്ങനെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇങ്ങനെ ഇരുട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ റോഡിലാണെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കാരണം ചെറിയൊരു പേടിയായി. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും നമ്മൾ ഒറ്റയ്ക്കാന്നുള്ളൊരു ഇത് കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ വരുമ്പോഴത്തേന് അവിടെ വേറെ ടോൾ കേട്ടോ. ടോൾ തന്നെ തോന്നുന്നുണ്ട്. ഇവിടെ തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ റോഡിലൊക്കെ വെള്ളം, അല്ലെങ്കിലേ വണ്ടി ആകെ പൊടി പിടിച്ചിട്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ മഴയത്തോട് ഓടി കഴിഞ്ഞാൽ നല്ലോണം ചളി പിടിക്കും. ചെടിയൊക്കെ വിട്ടണം കേട്ടോ. വരിയായില്ല ഇവിടെ മാപ്പിൽ കാണിച്ചു വെച്ചാൽ നമ്മുടെ ട്രക്കുകളൊക്കെ ഈ സൈഡിൽ കൂടെ പോകണമെന്നാട്ടോ കാണിച്ചിരിക്കണേ. ഞാൻ അവിടെ നിർത്തി. നമുക്ക് എന്താ അവസ്ഥ നോക്കിയോ കേട്ടോ. ഇപ്പം എല്ലാ വണ്ടികളും ഇപ്പോൾ ഈ വരിയിലാണോ? നമുക്ക് മെല്ലെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നമുക്ക് നോക്കിയോ കേട്ടോ. ആകെ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ചുകൂടി വണ്ടികളുണ്ടല്ലോ. നമ്മുടെ ബാക്കിലൊരു കാറും കൂടി ഉണ്ട്. ഞാൻ നിന്നപ്പോൾ നേരെ വൈകൊള്ളൂ കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും. ഇപ്പം ഞാൻ ക്യാമറ ഒന്ന് മാറ്റട്ടെ കേട്ടോ. നമുക്ക് എന്തായാലും ലെഫ്റ്റ് കൂടെ മെല്ലെ എടുക്കാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഇവിടെ നിന്നായി നിന്ന് കഴിയില്ല കേട്ടോ. നമ്മളങ്ങനെ മെല്ലെ ലെഫ്റ്റ് കൂടെ എടുത്തിട്ട് എന്തായാലും 100 രൂപ കൊടുക്കണം. അത് വേറെ കാര്യം. 100 രൂപ കൊടുക്കാണ്ട് പോകാൻ പറ്റില്ല. നമ്മളത് അങ്ങനെ ടോള് പിടിച്ചിട്ടുണ്ട്. ടോളിൻ്റെ അവിടെ എത്തി. 100 രൂപ കൊടുത്തു. അതിന് നമുക്ക് മെല്ലെ പോകാം കേട്ടോ. അവിടെ രാത്രി ആയാലും ടോളൊക്കെ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ. നമുക്ക് മെല്ലെ അങ്ങനെ പോവാം. അവിടെ കുറേ വണ്ടികളുള്ള കാരണം നമ്മൾ അതിൻ്റെ ബാക്കിൽ നിന്നില്ല. നമ്മുടെ നേരെ വൈകുള്ളൂ. അത് കാരണം നമ്മൾ വേഗം അവിടെ നിന്ന് സ്കൂട്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി പോകുന്നത് മഴ കന കൂടിയിട്ടോ. നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് വലത്തോട്ട് പോകണം. അങ്ങനെ മാപ്പിൽ കാണിക്കണം കേട്ടോ. അവിടെ ഒരു വഴിയുണ്ട്. മെല്ലെ ബ്രേക്കൊക്കെ പിടിച്ചിട്ട് മെല്ലെ പോവാം. സ്കിഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കൂടി അവിടെ പോവാണ്ടോ. നല്ല ഇടിവെട്ടണൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നോക്കി മെല്ലെ ലോഡ് അവിടെ എത്തിക്കാം കേട്ടോ. മെല്ലെ വളവൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല. എന്നതാ വെട്ടം വെളിച്ചൊക്കെ ഉണ്ട് റോഡിൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണാവട്ടെ. ഇവിടെ 1-2 കാണാണ്ട് വെട്ടം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയോക്കെ എന്താവണാവോ. അങ്ങനെ കേസ് നമ്മളിതാ കുറച്ച് ദൂരം വന്നപ്പോൾ ഇതാട്ടോ വേറൊരു ടോള്. ഇതിപ്പോൾ എത്രാമത്തെ ടോളത്? ഇതിപ്പോൾ 2ാമത്തെ ടോളായിട്ടോ. അത് നമ്മൾ ഇക്കരയ്ക്ക് വന്നിട്ട് അവിടെ ഇതിന് മുന്നേ 2-3 ടോള് കൊടുത്തു കേട്ടോ. അങ്ങനെ 100 രൂപ ഇവിടെ മാത്രം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. 100 രൂപ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ആയാലാണ് ടോളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ. ഗെയിമിൽ ഗ്രാഫിക്സ് ഒന്നും രക്ഷയില്ല.
അങ്ങനെ അത് ഒരുപാട് ക്യാമറ മാറ്റി ഓടിക്കില്ല. ഇനി എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ അതിൻ്റെ ഡാമേജും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ. അത് കാരണം വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. അങ്ങനെ കുറച്ച് ടോൾ കഴിഞ്ഞിട്ട് ഇനി ടോൾ ഉണ്ടാവില്ല വിചാരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ട്രക്ക് കൊണ്ട് എന്തായാലും നേരെ അങ്ങോട്ട് കത്തിച്ച് വിടാം. നമുക്ക് കത്തിച്ച് വിടാൻ പറ്റുമോ നോക്കട്ടെ. കത്തിച്ച് വിടാൻ പറ്റിച്ചാൽ നമുക്ക് കത്തിച്ച് വിടാം. പക്ഷെ കയറ്റങ്ങളൊക്കെ വരും, അതാണ് പ്രശ്നം. നമുക്ക് എന്തായാലും മെല്ലെ അങ്ങനെ നീങ്ങി നോക്കാം. അപ്പോൾ നമ്മളിതാ പിന്നെ ഏതൊക്കെ ഒരു ഇരുണ്ട റൂട്ടിൽ കേട്ടോ പിന്നെ വരുന്നത്. നമ്മൾ പൂന്തോറും ഏതൊക്കെ വനപ്രദേശത്തേക്കൊക്കെ കേട്ടോ പോണത് മാപ്പിൽ. കണ്ടോ ഏതോ ഒരു ഇടുങ്ങിയ റോഡ് കൂടെ ഒക്കെ പോകുന്നുണ്ട്. ഈശ്വര വണ്ടിയൊക്കെ താ മതിൽ വരയണം കേട്ടോ. ഇതിൻ്റെ ഡാമേജിൻ്റെ പൈസ നമ്മളെ തന്നെ മേടിക്കും. കണ്ടോ വഴി ഫുള്ള് കുണ്ടുകൂടി കേട്ടോ. ഏതൊക്കെ ഒരു കാട്ടുകൂടൊക്കെയാണ് മാപ്പ് കാണിക്കണത്. കണ്ടോ ക്യാമറ മാറ്റി നോക്കുമ്പോൾ ഒന്നും അറിയണില്ല കേട്ടോ. കണ്ടോ ഫുള്ള് പുകയാണ് ഈ വഴി കൂടെ പോകുന്നത്. ഇപ്പം മഴ പെയ്ത് നിന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ചളി നല്ല രീതിയിലാവും വണ്ടിയിൽ. നമുക്ക് മെല്ലെ പോയൊക്കെ എന്തായാലും അധികം ആക്സിലേറ്റർ കൊടുക്കണോ? നമ്മൾ ഫുള്ളിൽ കൊടുത്തിട്ടാണ് പോണത്. ഇന്ന് പോയോ കണ്ടോ നല്ല കൊണ്ടുപോയിട്ട് കേട്ടോ. അതാ അപ്പം പോയേനെ. നമുക്ക് എന്തായാലും മെല്ലെ മെല്ലെ പോയി നോക്കാം. കണ്ടോ ഈ വഴിക്കും ഇല്ല കേട്ടോ, ഒരു വണ്ടി ഇല്ല കേട്ടോ ഈ വഴി കൂടെ. നമ്മൾ തന്നെ ഉള്ളൂ രാത്രി. വേണമെങ്കിൽ നല്ല ഇരുട്ടായിട്ടോ, ഏകദേശം 12-1 മണി സമയമായിട്ട് തോന്നണം കേട്ടോ. നമ്മളെന്തായാലും അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. നമുക്ക് നമ്മുടെ ഡ്രൈവറിനെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് ധാരപ്പെടെ JCB കൊണ്ടുവന്നിട്ടാക്കണേ. നമുക്ക് മെല്ലെ തിരിച്ചിവിടെ നിർത്താട്ടോ. നമ്മുടെ ഡ്രൈവറിനെ നല്ല ക്ഷീണം ഉണ്ടാകും. നമ്മൾ കുറേ നേരം വണ്ടി ഓടിക്കണം കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കുറച്ച് നേരം നിർത്തിയിടാം. കാരണം വെച്ചാൽ നമ്മൾ അവിടുന്നേ മുതൽ ഡ്രൈവറെ കൊണ്ട് ഓടിപ്പിച്ചിട്ടാ വരുന്നേ. അപ്പോൾ മോട്ടോർക്ക് നല്ല ക്ഷീണമുണ്ട്. അത് കാരണം നമുക്ക് കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടിട്ട് പോവാട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം തന്നെ നിർത്തിയില്ലോട്ടോ. അധികം നേരം നിർത്തിയൊന്നുമില്ല. നമുക്ക് എന്തായാലും നേരെ യാത്ര തൊട്ട് നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ മഴ വന്നപ്പോൾ കയറ്റിയതാട്ടോ. നമ്മളത് പിന്നെ ഇറക്കിയിട്ടുണ്ട്. മാപ്പ് ഈ കാട്ടുമുക്ക് കൂടെ ഒക്കെ പോകുന്നതാട്ടോ കാണിക്കണത്. നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം. വണ്ടിയുടെ കോലൊക്കെ ആകെ ഇതായിട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇത് കൂടെ തന്നെയാണ് മാപ്പ് കാണിക്കണത്. എന്തായാലും ഫുള്ള് കൊണ്ടുപോയാണ്ട ഒരു റോഡ്. എന്തായാലും നമുക്ക് പോയോ തന്നെ വേറെ വഴിയില്ല. നമുക്ക് എങ്ങനെയും ലോഡ് അവിടെ എത്തിക്കുക, പൈസ മേടിക്കുക, അതാണ് നമ്മുടെ മെയിൻ. പക്ഷേ ഈ റോട്ടിൽ കൂടെ ഒക്കെ ഞാനത് ആദ്യമായിട്ട് കേട്ടോ. ഞാൻ കുറച്ച് ഈ ട്രക്ക് സിമുലേറ്റർ കളിക്കുന്നു, എന്നാലും ഈ വഴി കൂടെ ഞാനങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഇതിലെന്ത് വെജിറ്റബിളോ അങ്ങനെ എന്തായിട്ടാണെന്നാണ് ആൾ പറഞ്ഞത്. നമുക്ക് എന്തായാലും കൊണ്ടേ കൊടുക്കുക, അത്ര മാത്രം. കൊണ്ടേ കൊടുക്കുക, പൈസ മേടിക്കുക. അപ്പോൾ നമ്മളങ്ങനെ പിന്നെ ആ വഴി കൂടെ ഇങ്ങനെ കുറേ ഇങ്ങനെ വന്നോട്ടോ. ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്താണ്. ആ ഹൈവേ തന്നെ മര്യാദ ദൂരം കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്ത് ഇട്ടതായിട്ടോ. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര അരമണിക്കൂറൊക്കെ ആവും കേട്ടോ. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആകാതിട്ട്. അത് കാരണം ഞാൻ മെല്ലെ കട്ട് ചെയ്തിട്ടതാണ്. ഇവിടുന്ന് നിങ്ങളുടെ വഴിയോ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി മാപ്പിൽ കാണിക്കുന്നത് ഇവിടുന്ന് താഴത്തേക്ക് പോകണം കേട്ടോ. പക്ഷെ ഞാൻ വരുമ്പോൾ വഴിയൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴത്തേക്കാണോ? ഇവിടെ ഈ ഇത് കെട്ടിയിരിക്കുന്ന സൈഡിൽ കൂടെ ആണ് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ തിരിക്കാം കേട്ടോ. റിവേഴ്സ് അടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് അടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടെയ്നർ അങ്ങോട്ട് പോവും, നമ്മുടെ ട്രക്ക് ഇങ്ങോട്ടും പോകട്ടോ. അത് കാരണം നമ്മൾ റിവേഴ്സ് അടിച്ച് തിരിയാൻ നിൽക്കില്ല. നമ്മൾ ഡയറക്റ്റ് ഫ്രണ്ട് അടിച്ച് തിരിക്കാം കേട്ടോ. അതാവും എളുപ്പം. എന്തിനാ വെറുതെ റിസ്ക് എടുക്കണത്? നമ്മൾ മെല്ലെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് മെല്ലെ ഫ്രണ്ടിലേക്ക് പോയത്. കാരണം മാപ്പ് പറഞ്ഞിട്ട് ഇവിടുന്ന് താഴത്തേക്കാണ് വഴി കേട്ടോ. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ വഴിയൊന്നും കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് മാപ്പ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് വഴിയൊക്കെ ഉണ്ടോ? നമുക്ക് ഈ റൂട്ട് ആദ്യം കാരണം വലിയ ഐഡിയ ഇല്ല കേട്ടോ വഴി ഇത് കൂടെ. നമുക്ക് എന്തായാലും മാപ്പ് കാണിച്ചിരിക്കണത് ഇത് കൂടെയാണ്. നമുക്ക് ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ, അത് കാരണം വഴി നോക്കി പോവാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് താഴത്തേക്ക് ഒരു വഴിയെന്ന് പറയാൻ പറ്റില്ല. വഴി പോലൊക്കെ ഉണ്ട്. എന്നാലും ട്രക്കൊക്കെ പോവോ? നമുക്ക് പോയോ കേട്ടോ. എന്തായാലും ഇവിടുന്ന് താഴത്തേക്ക് പിന്നെ യൂട്ടേൺ അടിക്കണം എന്നൊക്കെ പറയാം കേട്ടോ മാപ്പിൽ. എന്തായാലും മെല്ലെ പോയൊക്കെ ഇറക്കാണ്. ഒറ്റൊരു ഇറക്കത്തിലാണ് പോയി കഴിഞ്ഞാൽ അങ്ങനെ കൂട്ട വണ്ടി ട്രക്കായാലും പിടിച്ചാലും നിൽക്കില്ല. ഇത് കുറച്ച് ഹെവി ലോഡാണ് ബാക്കിൽ ഇരിക്കണത്. അത് കാരണം മെല്ലെ താഴത്തേക്ക് മെല്ലെ ഇറക്കിയൊക്കെ ഉണ്ടാവും. വണ്ടി കൊണ്ട് ചാടിയിട്ട് സസ്പെൻഷനൊക്കെ ഇപ്പോൾ ഒരു വിധാവും തോന്നിട്ടോ. നമുക്ക് എന്തായാലും മെല്ലെ എന്തായാലും അങ്ങോട്ട് ഇറക്കട്ടോ താഴത്തേക്ക്. ഗൈസ് നമ്മളങ്ങനെ താഴത്തേക്കൊക്കെ ഇറക്കി. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വഴി തെറ്റിട്ടോ. ഈ ഇറങ്ങണതിൻ്റെ അവിടുന്ന് ലെഫ്റ്റിക്ക് വേറെ വഴി ഉണ്ടെന്നാണ് മാപ്പിൽ കാണിച്ചേക്കുന്നത്. ഞാനത് കണ്ടുമില്ല. ഒരു കാട്ടുമുക്കായ കാരണം വഴിയൊന്നും കാണാനുമില്ല. വഴിയൊക്കെ ഫുള്ള് മണ്ണുകൊണ്ടുള്ള കാരണം ഞാൻ കണ്ടുമില്ല കേട്ടോ.
എന്നാണ് ഞാൻ ഇപ്പം ഇവിടെ താഴത്ത് നോക്കിയപ്പോഴാണ് ട്രക്ക് നിർത്താനുള്ള സിഗ്നലും കാര്യങ്ങളൊന്നും കാണാനും ഇല്ല. എന്നിട്ട് ഞാൻ മാപ്പ് ഇടുന്ന് നോക്കിയപ്പോഴാണ് മാപ്പ് അവിടുന്ന് ഇങ്ങോട്ട് തിരിയണമെന്നുള്ളത് കാണണം കേട്ടോ. നമുക്ക് എന്തായാലും ന്യൂട്ടൺ അടിച്ചിട്ട് അങ്ങനെ തന്നെ കയറാം. നമുക്ക് ഇനിയിപ്പോൾ ഈ കയറ്റാണ് പ്രശ്നം. ഈ കയറ്റം കയറുമോയെന്ന് അറിയില്ല. നമ്മൾ നമ്മൾ പവർ മോഡിലൊക്കെയാണ് ഇട്ടാക്കണ്. കയറാൻ നോക്കിയൊക്കെ എന്തായാലും മെല്ലെ മെല്ലെ അരച്ചരച്ച് കയറുന്നുണ്ട് കേട്ടോ. 22 ഉണ്ട് ഇപ്പോൾ സ്പീഡ്. ഇനിയിപ്പോൾ കയറ്റം കയറുമ്പോൾ എന്താ സ്ഥിതിയാണാവോ? കുറയുണ്ട്. 15, 10, 9, 7, 4, 2. അടിപൊളി ഗൈസ്. വണ്ടി നിന്ന് പറയാൻ പറ്റില്ല. മെല്ലെ മെല്ലെ കയറുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. മെല്ലെ മെല്ലെ കയറുന്നുണ്ട്. ഇങ്ങനെ പോയപ്പോൾ എപ്പോൾ കയറാനാ? കണ്ടോ, ഫുള്ള് ആക്സിലേറ്റർ കൊടുത്തിട്ടാട്ടോ ഇരിക്കണേ. ഉണ്ടോ? നമുക്കൊരു കാര്യം, നമുക്കിങ്ങനെ തിരിച്ച് അടിപൊളി. എണ്ണ കയറായി പറഞ്ഞിട്ട് മെസ്സേജ് വന്നു കേട്ടോ. അടിപൊളി. കയറ്റം കയറുമ്പോൾ എണ്ണ കഴിഞ്ഞാൽ നല്ല ചിലവ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പവർ മോഡ് ഒന്നുകൂടി ഓഫാക്കിയിട്ട് ഓണാക്കി നോക്കാം. വേണ്ട, ഓണാക്കിയിട്ട് കാര്യമൊന്നുമില്ല. എപ്പോഴും രണ്ടെണ്ണ കേട്ടോ. ഇങ്ങനെ തിരിച്ച് കയറുമോ? ക്യാമറ മാറ്റം പറയാണ്ട് കേട്ടോ. മെല്ലെ മെല്ലെ അരച്ചരച്ച് കയറണത്. പക്ഷെ ക്യാബിൻ്റെ അതാക്കുമ്പോഴാണ് പ്രശ്നം അറിയാത്തത്. മെല്ലെ മെല്ലെ കയറുന്നുണ്ടല്ലോ. സ്പീഡ് കൂടി 6 ആയി 7 ആയി. അങ്ങനെ മെല്ലെ മെല്ലെ കയറട്ടെ. 8 ആയി. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് വഴിയുണ്ടെന്നായിട്ട് മാപ്പിൽ പറയുന്നുണ്ട്. ഇവിടുന്ന് ഇനി ഏത് കൂടെ പോട്ടത്? ഈ മലയുടെ സൈഡിൽ കൂടെ. ചെരിച്ചൊക്കെ വണ്ടി ഓടിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും പോയോക്കി നോക്കാം. ഇവിടെ നിന്ന് എങ്ങടാണാവോ വഴി? മാപ്പ് തെറ്റാണേ. മാപ്പ് തെറ്റാൻ വഴിയില്ലല്ലോ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് നിർത്താട്ടോ. എന്നിട്ട് നമുക്കൊന്ന് പോയോക്കാം. ട്രക്കിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് പോയോക്കാം. ട്രക്ക് കൊണ്ട് പോയോക്കിയാൽ ശരിയാവില്ല. എങ്ങാനും മറിഞ്ഞു പോയി കഴിഞ്ഞാൽ ട്രോൾ ട്രക്കിനെ വിളിക്കണമെങ്കിൽ തന്നെ നല്ല പൈസ കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എത്തി. നമുക്ക് ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി നോക്കാട്ടെ. എന്തായാലും നമ്മൾ വണ്ടി ഒന്ന് ഓഫാക്കട്ടെ. വണ്ടി ഓഫാക്കി ഹെഡ്ലൈറ്റ് കണ്ടൂലേ? ഹെഡ്ലൈറ്റ് ഇട്ടുണ്ട്. നമുക്ക് എന്തായാലും മെല്ലെ ഇറങ്ങി നോക്കാട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചമുള്ള കാരണം പിന്നെ കുഴപ്പമില്ല. ഈ വഴിയാണ് മാപ്പ് പറയണ കേട്ടോ. കണ്ടോ, ഇതുകൂടൊക്കെ വണ്ടി പോവോ? കുഴപ്പമില്ല. അത്യാവശ്യം വീതിയൊക്കെ ഉണ്ടോ. എൻ്റെ ട്രക്കിനുള്ള വീതി ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട്. താഴത്താണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ സിഗ്നൽ. നമ്മുടെ കണ്ടെയ്നർ നിർത്താനുള്ള സിഗ്നൽ. അത് കൂടെ പോയൊക്കെ എന്തായാലും ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നേരെ നമുക്ക് പോയി നമ്മുടെ ട്രക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ട്രക്കിനിപ്പോൾ ബാക്കിലേക്ക് ഉരുണ്ട് പോവാണാവോ? അല്ല, ഹാൻഡ് ബ്രേക്കിലാണ് നിൽക്കുന്നത്. ഉരുണ്ട് പോകുന്നില്ല. എന്നാലും നമ്മളങ്ങനെ വന്ന് വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം. വണ്ടി സ്റ്റാർട്ടാക്കിയുണ്ട്. നമുക്ക് ക്യാമറ മാറ്റാട്ടോ. അങ്ങോട്ട് ഓടിക്കട്ടെ. ഫുൾ ഓടിക്കാട്ടോ നമുക്ക്. റിവേഴ്സ് അടിക്കാൻ. കേട്ടോ, ട്രക്ക് ഫുള്ള് പൊടിയാണ്. കഴുകണം പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ട് കേട്ടോ. നമുക്ക് ഈ ചെടിയുടെ സൈഡിൽ കൂടെ കേട്ടോ വഴി. ഞാനത് കണ്ടില്ല. ഒന്നാമത് ഇരുട്ട്. പിന്നെ ഞാനത് കണ്ടില്ല. ഞാൻ നേരെ താതി ഇറങ്ങി പോയിട്ടോ. അതാണ്ടായത്. അത് കൂടാണ് വഴി കാണുന്നത്. നമുക്ക് മെല്ലെ മെല്ലെ പോയോക്കാം. ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൻ്റെ അവിടെ മരം നട്ട് വെച്ചേക്കണം. അത് എന്തായാലും പോയോക്കാം. എങ്ങാനും ചെരിഞ്ഞാൽ ഒക്കെ കൂടി താഴത്ത് പോവും. താഴത്ത് പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള പൈസയും കിട്ടാണ്ടാവും. ഇപ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് ഇതൊക്കെ ആയിട്ട് പൈസ കുറക്കിട്ടവർ. എത്ര രൂപ കിട്ടുമെന്ന് ദൈവത്തിനറിയാം. മെല്ലെ ക്യാമറ ഒന്ന് മാറ്റി നോക്കാം. എന്താ വെച്ചാൽ ക്യാമറ മാറ്റിയത് അതേ പോണു താഴത്ത്. ഇനി ക്യാമറ മാറ്റണ്ട. ഇനി കുഴപ്പമില്ല. ഇനി നേരെ എത്തി തോന്നുന്നുണ്ട്. നമുക്ക് മെല്ലെ നേരെ തന്നെ പോവാട്ടോ. ആവേശം അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്കിപ്പ് പാർക്കിങ് അടിച്ചു കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ട്രക്ക് വിജയകരമായി ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.